ബാലൻസ്ഡ് ഡയറ്റ് അഥവാ ഒരു സമീകൃത ആഹാരം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ അളവിൽ നമ്മൾ എടുക്കുന്ന ഒരു ഭക്ഷണ രീതി. അതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ് ആൻഡ് മറ്റ് വൈറ്റമിൻ ആൻഡ് മിനറൽസ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് രണ്ട് തരത്തിലുള്ള അസുഖങ്ങളെ ചെറുക്കാൻ പറ്റും. ഒന്ന് വന്ന് നമുക്ക് കൂടുതലായി അമിതാഹാരം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒബേസിറ്റി, പ്രമേഹം, കൊളസ്ട്രോൾ വേരിയേഷൻ, അതുപോലെ ഫാറ്റി ലിവർ മുതലായിട്ടുള്ളവയും, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണക്കുറവ് മൂലം ഉണ്ടാകുന്ന മാൽന്യൂട്രീഷൻ, വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, അനീമിയ മുതലായിട്ടുള്ളവയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ പ്രതിരോധ ശേഷി കൂടുകയും അവരുടെ മെറ്റബോളിസം നമുക്ക് ഇൻക്രീസ് ചെയ്യാനുമാണ് സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യത വളരെ കുറയുകയും അതുപോലെ അവരുടെ ഒരു ലൈഫിന്റെ ക്വാളിറ്റി കൂടുകയുമാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ മറ്റു ഡയറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നമുക്കൊരു പ്രമേഹത്തിന്റെ ഒരു ഡയറ്റ് ഇല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ അതൊരു രോഗത്തിന് വേണ്ടി ഇല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ എടുക്കുന്ന ഒരു ഡയറ്റ് ആണ്. അതേസമയം ബാലൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏത് പ്രായക്കാർക്കും എടുക്കാവുന്ന ഒന്നാണ്. പക്ഷെ അവരുടെ ഉയരം, പ്രായം, ശരീരഭാരം, മെഡിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റേറ്റസ് എന്നിങ്ങനെ പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ റിക്വയർമെന്റിൽ വ്യത്യാസം വരുമെന്ന് മാത്രം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ പോഷകങ്ങളും നമ്മളുടെ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ഒരു മീലിൽ നിന്ന് നമുക്കത് പോസിബിൾ ആയി എന്ന് വരില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പല ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഈ പോഷകങ്ങളെല്ലാം ലഭ്യമാക്കാം. ഉദാഹരണത്തിനായി നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ ഇൻടേക്കിൽ നിന്ന് പകുതി ഭാഗത്ത് നമുക്ക് ഫൈബർ അഥവാ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ മുതലായിട്ടുള്ളവ ഉൾപ്പെടുത്തുകയും ബാക്കി കാൽ ഭാഗത്ത് നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള നമുക്ക് ഹോൾ ഗ്രെയിൻസ്, ഓട്സ് മുതലായവയും പിന്നെയുള്ള കാൽ ഭാഗത്ത് നമുക്ക് ഹെൽത്തി ഫാറ്റ് ആൻഡ് പ്രോട്ടീനുമാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഹെൽത്തി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻസിന് വേണ്ടി പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, പനീർ മുതലായവയും, നോൺ വെജിറ്റേറിയൻസിന് വേണ്ടി നമുക്ക് ലീൻ പ്രോട്ടീൻ, ചിക്കൻ, ഫിഷ്, എഗ് മുതലായവയും നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഫാറ്റിന്റെ കാര്യത്തിൽ നമുക്ക് നട്ട്സ്, സീഡ് മിക്സ് എന്നിവയൊക്കെ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിനു പുറമേ തന്നെ ഒരു പാൽ കൂടി ചെറിയൊരു അളവിൽ നമ്മൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ പ്ലേറ്റ് അഥവാ നമ്മുടെ മീൽ ഒന്ന് കംപ്ലീറ്റ് ആകാൻ സഹായിക്കും. അതുപോലെ ഈ ഭക്ഷണത്തിലെല്ലാം നമ്മൾ വെറൈറ്റി കൊണ്ടുവരേണ്ടതാണ്. എന്നും ഒരേ തരം പച്ചക്കറികൾ ഇല്ലെങ്കിൽ ഒരേ തരം ഭക്ഷണം എന്നുള്ളവയല്ലാതെ തന്നെ വിവിധ തരത്തിൽ എല്ലാ ഫുഡ് ഗ്രൂപ്പിലുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയും കൂടെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ആ ഒരു പ്രായത്തിനും മെഡിക്കൽ കണ്ടീഷനും അടിസ്ഥാനപ്പെടുത്തി അവരുടെ റിക്വയർമെന്റിൽ വ്യത്യാസം വന്നേക്കാമെന്ന് മാത്രം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, സാധാരണഗതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ക്രമീകരിക്കേണ്ടത്. പേഴ്സൺ ടു പേഴ്സൺ അതിൽ തീർച്ചയായിട്ടും നമ്മുടെ റിക്വയർമെന്റിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം വരുന്നതായിരിക്കും. ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത് പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയവും നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഭക്ഷണം ഡിലേ ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാതെ എല്ലാ മീൽസും കഴിക്കുക. അതുപോലെ 3 മെയിൻ മീൽ എന്നുള്ളത് അല്ലാതെ തന്നെ നമുക്ക് 5 6 മീൽസ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ചെറിയ അളവിൽ എല്ലാ വൈറ്റമിൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് പുറമേ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം നമ്മൾ 6 മുതൽ 8 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കുകയും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗമായി കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു സമയം കൂടി ക്രമീകരിക്കേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന്. നമ്മൾ ഏതെങ്കിലും മീൽ സ്കിപ്പ് ചെയ്യുകയോ ഡിലേ ചെയ്യുകയോ ചെയ്യാതെ നമ്മൾ എല്ലാ മീൽസും കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോ മീലും ഒരു കംപ്ലീറ്റ് മീലായി, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് മീലായി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വേണ്ടത്ര ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ ഒഴിവാക്കേണ്ടതായിട്ട് നമ്മൾ കൂടുതലായും ഒരുപാട് ഓയിലി ആയിട്ടുള്ളത്, എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ,
അതുപോലെ കൂടുതൽ സോഡിയവും മധുരവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കൂടുതൽ നമ്മൾ മധുരം കൂടിയതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല ഹോർമോണൽ വേരിയേഷൻസും കൂടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിവതും ലിമിറ്റ് ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുമ്പോൾ എല്ലാ ഫുഡ് ഗ്രൂപ്പിലുമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ, ഫൈബർ, മറ്റു വൈറ്റമിനുകൾ, മിനറലുകൾ, അതുപോലെ ഹെൽത്തി ഫാറ്റ്, ഇവയ്ക്കെല്ലാം ഒരുപാട് ഫുഡ് സോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ വെറൈറ്റി കൊണ്ടുവരാനും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്.